നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ മർമ്മമെന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ ദൈവസഭയുടെ ഒരു ഭാഗമാകുമ്പോൾ നമ്മുടെ അകത്തൊരു തോന്നലാണ് ആര് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ അകത്തൊരു തോന്നലുണ്ട്. എന്ന് പരിശുദ്ധാത്മാവിന് അനേക വ്യത്യാസങ്ങളുണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തിക്കകത്ത്. ആത്മാവിൻ്റെ നടത്തിപ്പിനെ ഞാൻ മുഖവരയായിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നുണ്ട്. ആത്മാവിൻ്റെ ഒരു നടത്തിപ്പിനെ നമ്മളെപ്പോഴും അറിയേണ്ട ഒരു സത്യം എന്നാന്ന് ചോദിച്ചാൽ, മുടിയം പുത്രനെ കാണിക്കുന്ന ലൂക്കോസിൻ്റെ 15 എടുക്കണ്ട. മുടിയം പുത്രന് ഈ ഭൂമിയിലെ എല്ലാ ഹിതത്തിലേക്ക് അങ്ങ് നടന്നുപോയി, ലോകത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് അങ്ങോട്ട് പോയി. പക്ഷേ ആരുടെ കൂടെ ഇരുന്നവനാ? അവൻ എവിടെ വസിച്ചവനാ? നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? ഇരുന്നത് എവിടെ? ഏത് ഭവനത്തിലായിരുന്നു? അപ്പൻ്റെ ഭവനത്തിലായിരുന്നു. ഇവൻ അങ്ങ് പോയി. ഇവൻ എങ്ങോട്ടാ പോയേ? ലോകത്തിലേക്ക് പോയി. ലോകത്തിലേക്ക് പോകുമ്പോൾ ഈ ആത്മാവുണ്ടോ? ഈ പരിശുദ്ധാത്മാവുണ്ട്. ഈ ആത്മാവ് ഇവൻ അവസാനം എവിടെ ചെന്ന് ചെല്ലുന്നു? അവസാനം വാളവര തിന്നുന്ന, പന്നിക്ക് കൊടുക്കുക വാളവര തിന്നുന്ന സ്ഥലത്ത് ചെന്നു. ഇവൻ അവിടെ വെച്ചൊരു ബോധ്യം വരുന്നു. എന്നാ ബോധ്യം വരുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നേ? അപ്പ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു, അങ്ങയുടെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ ഈ തിരിച്ചറിവ് കൊടുക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. ഈ രണ്ട് മണ്ഡലങ്ങൾ നിങ്ങളുടെ അകത്തറിയണം. ഒന്നാമത്തെ മണ്ഡലം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, നമ്മളെ മടക്കി കൊണ്ടുവരുന്നത്. നമ്മൾ ഏത് വഴി നടന്നാലും അവിടുന്ന് എന്ത് ചെയ്യും? ആത്മാവ് നമ്മളെ കോളിംഗ് ഉണ്ടേ. ഈ തെരഞ്ഞെടുപ്പ് ആര് കൊണ്ടിരുന്നു? ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആരുടെ മേലുണ്ട്? നമ്മൾ നഷ്ടപ്പെട്ടു പോരെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുപോയ, അല്ലെങ്കിൽ ഇവനെ ഈ പാപത്തിലായിരിക്കുന്ന ഇവനോട് ഇവൻ്റെ അകത്തിരുന്ന് ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ഇവനോട് എന്നാ പറയുന്നത്? ഇവനെന്താ പറയുന്നേ? സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇത് വെളിപ്പെടുത്തുന്ന ആരാ? പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? മടങ്ങി വന്നു. ആരുടെ അരികിലേക്ക്? അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ അമ്മ അവിടെ വന്നേ നിർത്തുന്ന അപ്പനോട് പറഞ്ഞപ്പോൾ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഞാൻ നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ സ്വർഗം എന്ത് ചെയ്തു? അവനെ മാറോട് ചേർത്തണച്ചു. ഇതാ സ്വർഗത്തിലെ കർത്താവ്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം നമ്മളെ എപ്പോഴും നമ്മുടെ പിന്നിൽ ചലിച്ചുകൊണ്ടിരിക്കും. ദൈവാത്മാവ് എപ്പോഴും, നമ്മുടെ പരിശുദ്ധാത്മാവ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മുടെ കൂടെ ചലിച്ച്. നമ്മളൊരു വഴി, ഇപ്പോൾ നമ്മൾ പോയ വഴിക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ നടന്ന പാതയ്ക്കകത്ത് തെറ്റാണെന്ന് തോന്നിയാൽ ആര് നമ്മളോട് പറയും? പിടികിട്ടുക. നമ്മളിപ്പോൾ പോവുക നമ്മളെവിടെയെങ്കിലും, നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, നമ്മൾ സിഗരറ്റ് വലിച്ചാലുള്ള അബദ്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ഇങ്ങനെ എന്തിലെങ്കിലും ഒന്ന് കൈ നീട്ടും നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് എന്ത് പറയും? പിടികിട്ടോ? ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ആത്മാവ് എവിടെയുണ്ട്? ഈ ആത്മാവ് നമ്മളെ പൂർണ്ണമായി നമിച്ചിരുന്നെങ്കിൽ ഈ കസാര മുഴുവൻ ശൂന്യം ആകത്തില്ലായിരുന്നു. ഇന്ന് വീട്ടിൽ ഇരിപ്പുണ്ട്. ആരാൽ നടത്തപ്പെടുന്നില്ല? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനെ നിത്യതയ്ക്കകത്തുള്ളൂ. ഇന്ന് പകൽ പറഞ്ഞ ആത്മാവി നടത്തപ്പെടുന്നവനെ ഹല്ലേലൂയ നിത്യമായ സ്വർഗത്തിൽ ചെല്ലത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടേക്ക് നടത്തപ്പെടണം? ദൈവസന്നിധി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തി, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ചിന്തകളും ആരിലാകണം? ക്രിസ്തുവിലാകണം, അല്ലേ? ക്രിസ്തുവിലാകണം. ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരുമ്പോൾ സ്വർഗം എന്ത് ചെയ്യും? നടത്തി പാറമേൽ വരും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നടത്തപ്പെടുവാൻ തുടങ്ങിയാൽ വഴിയും അതെല്ലാം ദൈവം ഒരുക്കും. വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, നിന്നെ ഞാൻ ഒരിക്കലും അനാഥനായി വിടത്തില്ല, പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ ജീവൻ ആരുടെ മേൽ വരണം? എത്ര പേര് വിശ്വസിക്കുന്നവരെല്ലാം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവ്, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് ഞങ്ങൾ ദൈവവചനവുമായി നിൽക്കുമ്പോൾ, ദൈവവചനത്തെ കേൾക്കുമ്പോൾ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്.
കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ്, നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനിയായി വിളഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് പകലിലും ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന്, ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന്, ആത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന്, അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളെ നിറയ്ക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് അടിയന്റെ നാവിനോട് കൂടെ ഇരുന്ന് കർത്താവേ ദൈവത്തിന്റെ വചനത്തെ പറയുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സകല മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു, അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതിൻ്റെ തുടർമാനമായി ഈ ആഴ്ചയിൽ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത്. ഇന്ന് പകലിലും ആ വചനത്തിൻ്റെ തുടർമാനമായി 1 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുക്കണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ ഒരാള്. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. ഇവിടെ പറയുന്ന ആത്മാവിനെ കുറിച്ച് പറയുന്നു. ആമീൻ. നമ്മൾ പ്രാപിച്ചത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ. അപ്പൊ നമ്മുടെ മേൽ വന്ന ജീവൻ ആരുടെ ജീവനാ? ദൈവജീവനാ. ഈ ആരാൽ നടത്തപ്പെടണം? നമ്മള് പരിശുദ്ധാത്മാവിനാ നമ്മൾ നടത്തപ്പെടണം. ഇവിടെ പറയും 13-ാമത്തെ വാക്യം, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകർക്ക് ആത്മീകമായത്. അപ്പൊ നമ്മുടെ മേൽ പകരപ്പെട്ടത് പരിശുദ്ധാത്മാവ് എല്ലാത്തിനും വെളിപ്പെടുത്തുമോ? ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ അകത്ത് വെളിപ്പെടുമോ? ആത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ മേൽ വരുമോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടുമ്പോൾ, ആത്മാവ് ഒരുവന്റെ മേൽ വെളിപ്പെടുമ്പോൾ അവന്റെ നടത്തിപ്പ് ആരിലേക്ക് മാറും? ദൈവാത്മാവിൽ നടത്തിപ്പ് വരും. നിങ്ങളകത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ദൈവാത്മാവിന്റെ നടത്തി. ഈ ദൈവാത്മാവിന്റെ ആത്മാവെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്. അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ ദൈവം പകർന്നു എന്ന് ഞാൻ പറയുമ്പോഴും, ആത്മാവ് എന്റെ മേൽ ഉണ്ടെന്ന് പറയുമ്പോഴും, ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ നോക്കിയേ, പ്രാകൃത മനുഷ്യൻ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? അവര് കൈക്കൊള്ളുന്നില്ല. ദൈവാത്മാവ് ഒരാളുടെ മേൽ നടത്തിപ്പ് വരുമ്പോ, ദൈവാത്മാവിന്റെ നടത്തിപ്പ്. ഇപ്പൊ ദൈവാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങൾ പഴയ നിയമത്തിൽ നോക്കിയാൽ അറിയാം. ദൈവാത്മാവിന്റെ പ്രവർത്തിക്കകത്ത് ഏലിയാവ് വന്നു, ഏലിയാവിന്റെ പ്രവചനം വന്നു. ഏലിയാവ് നിൽക്കുമ്പോൾ ആത്മാവിനകത്തുള്ള മുഴുവനും എല്ലാ വസ്തുക്കളും കരിഞ്ഞു, എല്ലാം ഉണങ്ങിപ്പോയി അല്ലേ? ഏലിയാവ് ഒരു ചൂരച്ചോട്ടിലിരിക്കുക. ആരാൽ കോളിംഗ് ഉണ്ട്? ദൈവത്താൽ വിളിച്ച ഏലിയാവ്. ആര് കരുതും? ഇന്ന് പകല് ആത്മാവിനകത്ത് അറിയണം, ദൈവാത്മാവ് ഒരുവനെ നടത്തുന്നുണ്ടെങ്കിൽ നിന്റെ കരുതൽ സ്വർഗത്തിൽ നിന്ന് വരത്തുള്ളൂ. ഓ, എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? നിന്റെ നടത്തിപ്പ് സ്വർഗത്തിൽ നിന്ന് വരും. അമ്മയെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏലിയാവ് ചിന്തിക്കാത്തത് സ്വർഗം ചിന്തിക്കാൻ തുടങ്ങി. ഏലിയാവ് കണ്ടിട്ടില്ലാത്ത സ്വർഗം കാണുവാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയണം, ഏലിയാവിന് വേണ്ടി കാക്കയെ അയക്കുവാൻ കാരണമായി തീർന്നത്, ഏലിയാവിന് വേണ്ടി അപ്പത്തെ കൊണ്ട് കൊടുക്കുവാൻ കാരണമായി തീർന്നതിന് കാരണം ഏലിയാവിനെ നയിക്കുന്നത് സ്വർഗത്തിന്റെ ആത്മാവാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ദൈവാത്മാവ് ഒരുവനെ നടത്തുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. ലോകത്തിലുള്ളതിനെ കുറിച്ചോ നിന്റെ വഴികളിൽ മുഴുവൻ നടത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേരുടെ അകത്ത് വെളിപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമീൻ. പരിശുദ്ധാത്മാവ്. ഞാൻ ആരുടെ കൂടെ മരിക്കപ്പെട്ടു? ക്രിസ്തുവിനോട് കൂടി മരിക്കപ്പെട്ടു. ആരുടെ ജീവൻ എൻ്റെ മേൽ വന്നു? ക്രിസ്തുവിന്റെ ജീവൻ ആണേ. ഉറപ്പുണ്ട്. ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ മേൽ വന്നാൽ, ആമീൻ, സ്വർഗത്തിന്റെ ജീവൻ എൻ്റെ മേൽ വന്നാൽ ആരുടെ നടത്തിപ്പ് എൻ്റെ മേൽ വന്നു? പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് വന്നു. ഞാൻ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കണോ? എവിടെയെങ്കിലും
അതുകൊണ്ട് ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ ബലഹീനനാണെങ്കിലും എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വെള്ളിയാഴ്ച എടുത്ത മെസ്സേജ് അതാ. എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എനിക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പക്ഷപാതം ചെയ്യും. ഞാൻ ശരീരം കൊണ്ട് ഞാൻ ക്ഷീണിച്ച് കിടക്കുക. പത്രോസ് അപ്പോസ്തലനിലേക്ക് വന്നു. പത്രോസ് എടുക്കണ്ട, പത്രോസ് അപ്പോസ്തലൻ എവിടെ കിടക്കുക? കാരാഗൃഹത്തിൽ കിടക്കുക. ചങ്ങലകളാൽ ബന്ധിതനായി അവൻ കിടക്കപ്പെടുമ്പോൾ അവർക്ക് 1-ാം ഗേറ്റും 2-ാം ഗേറ്റും എല്ലാം പൂട്ടിയിട്ടിരിക്കുക. ആരകത്ത് കിടക്കുന്നേ? പത്രോസ് കിടക്കുക. ആരാൽ വിളിക്കപ്പെട്ടവൻ? ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ. ആരുടെ ആത്മാവുള്ളവൻ? പരിശുദ്ധാത്മാവുള്ളവൻ. ആ ആത്മാവുള്ളവൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവന്റെ അകത്തു പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് ആരോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും. നിങ്ങൾ എൻ്റെ കൂടെ വിശ്വസിക്കാൻ റെഡിയാണ്, അത്ഭുതങ്ങൾ നടക്കുക. പത്രോസിനെ കാണുമ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ ഉറങ്ങുന്നവനായി കാണുന്നു. ആണേ, പടയാളികളുടെ മധ്യത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ ഇവന്റെ അകത്തു പകർന്നിരിക്കുന്ന ഉണ്ടല്ലോ. ഈ ആത്മാവ് ആരോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു? സ്വർഗത്തോട് പക്ഷപാതം ചെയ്യണം. സ്വർഗം എഴുന്നേക്കാൻ തുടങ്ങി അവന് വേണ്ടി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്വർഗം അവന് വേണ്ടി ഇടപെടാൻ തുടങ്ങി. ഇന്ന് പകലിൽ ആത്മാവിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങും. ഇന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. ഒരു സ്വർഗം ഇറങ്ങാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടുന്നത് അത്ഭുതങ്ങളെ ചെയ്യാം. ആത്മാവിന്റെ നിറവ് വെളിപ്പെടട്ടെ. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു തീജ്വാല പോലെ ഇറങ്ങി വരട്ടെ. ഒരു ദൈവസഭയ്ക്കകത്ത് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. പത്രോസ് അറിയുന്നില്ല. പത്രോസ് അറിയുന്നുണ്ടോ? പത്രോസിന്റെ ശരീരം കൊണ്ട് ഉറങ്ങുമ്പോഴും ആത്മാവ് കൊണ്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം വരെ നീ ബലഹീനനായിരിക്കുമ്പോഴോ ബലവാനായവൻ നിന്റെ കൂടെ ഇരിപ്പുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? നീ ബലഹീനനായിരിക്കുമ്പോഴോ ഒരു ബലവാനായ ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവർ മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പോലെ ആത്മാവിനെ അറിയുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ആത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ ഇന്ന് പകലിൽ. ഫാദർ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് പടയാളികളുടെ മധ്യത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പകരപ്പെട്ട ആത്മാവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. പത്രോസ് ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തൊരു സ്ഥലമുണ്ട്, സ്വർഗം. എൻ്റെ കൂടെ വരുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പത്രോസ് ഉറങ്ങുമ്പോൾ ഉറങ്ങാത്തൊരു സ്ഥലമുണ്ട്, സ്വർഗം. അതിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ ദൂതനുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവുള്ളവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ആത്മാവുള്ളവന് വേണ്ടി സ്വർഗം ഇറങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നാൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു, കാരാഗൃഹത്തിൽ കിടന്നാൽ ദൈവം നിന്റെ മേൽ വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറ, എന്റെ മേൽ ദൈവം ചെയ്ത വാഗ്ദത്തത്തിന് വേണ്ടി സ്വർഗം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാകൃത മനുഷ്യനല്ല, ആത്മാവിന്റെ നടത്തിപ്പുള്ളവൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവൻ എന്ന പ്രാകൃത മനുഷ്യൻ നോക്കിയേ. ഇവിടെ പറയാ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അതവന് ഭോഷത്വമാവുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അനുഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. യോഹന്നാനിലേക്ക് പെട്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം യേശു പറഞ്ഞതിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 14-16. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആരറിയണം? അറിയുന്നുണ്ടോ? ഈ നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവിനെ നമ്മൾ അറിയുന്നുണ്ടോ? ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ അകത്ത് അറിയുന്നുണ്ടോ?
ആത്മാവിൻ്റെ ശബ്ദം നമ്മളകത്ത് കയറുന്നുണ്ടോ? വഴികൾ ദൈവം, നിങ്ങൾ ഇന്ന് പകലിൽ പറഞ്ഞ ചില വഴികളൊക്കെ അടയപ്പെട്ടു പോയി എന്ന് രാത്രിയുടെ യാമത്തിൽ തോന്നി, എൻ്റെ വഴികളെല്ലാം അടയപ്പെട്ടു പോയി, ഇനിയൊരു വഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ കേൾക്കുന്ന സദ്വർത്താനാണെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഇവിടെ പറയുന്നു, ആത്മാവിൻ്റെ നടത്തിപ്പിനെ പറഞ്ഞു, നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ആത്മാവിനെ ആരറിയണം? നമ്മൾ ഈ ആത്മാവിനെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ലോകത്ത് വീഴും. ലോകത്തിലേക്ക് 16-ാം അധ്യായം എടുത്തേ, അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 16:13. ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു നിങ്ങളെ എന്ത് ചെയ്തു തരും? അറിയിച്ചു തരികയും ചെയ്യും. 14-ാമത്തെ വാക്യം, അവൻ എനിക്കുള്ളവയിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വം. യേശുക്രിസ്തുവിന്റെ മേൽ ഇരുന്ന അതേ ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഫിലിപ്പിയർ 1:19 പറഞ്ഞു, ആത്മാവിന്റെ, യേശുക്രിസ്തുവിന്റെ മേൽ പകർന്ന ആത്മാവിന്റെ സഹായത്താൽ. ഇവിടെ പറയുന്നത് എനിക്ക് വെളിപ്പെടുന്നത് എന്തിൽ കൂടാ? യേശുവിൽ നിന്നുള്ളതാ, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഈ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരുടെ ജീവൻ എൻ്റെ മേലുണ്ട്? യേശുവിനെ ഇച്ചിരി ടഫായി പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ആരുടെ ആത്മാവിനാണ് ഞാൻ നടത്തപ്പെടുന്നേ? ഇന്ന് പകൽ നിങ്ങൾ പഴയ നിങ്ങൾ നടന്നൊരു വഴിയില്ലേ? ഉണ്ടേ? നിങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പഴയ ഒരു വഴിയില്ലേ? ആ വഴിക്കകത്തുനിന്ന് ഈ ആത്മാവ് വന്ന് മാറ്റം വന്നെന്ന് എത്ര പേര് പറയുന്നുണ്ട്? പിടികിട്ടിയോ? പഴയ ഒരു വഴി, പ്രാകൃത മനുഷ്യൻ്റെ, അതായത് മനുഷ്യ ആത്മാവിനാ നടന്നൊരു സമയം. ഇന്ന് ആരുടെ ആത്മാവിനാ വന്നു? ദൈവാത്മാവിനാ വന്നു. ഇന്നിപ്പോൾ നടത്തിപ്പ് ആരിലേക്ക് വന്നു? ദൈവത്തിലേക്ക് വന്നു. ആണേ, ഇനി മുഴുവനായി ആത്മാവ് എന്നെ നടത്തിക്കൊണ്ട് പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ എൻ്റെ നമ്മുടെ അകത്തറിയണം, ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട വരത്തില്ല. നിങ്ങളുടെ തലമുറയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട വരത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. ആര് കരുതിക്കൊള്ളും? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കരുതൽ എവിടെ വെളിപ്പെടും? നമ്മുടെ അകത്ത് വെളിപ്പെടും. പക്ഷെ പ്രാകൃത മനുഷ്യൻ അവരെന്തിനെ കുറിച്ച് ചിന്തിക്കും? 2 കൊരിന്ത്യർ നമ്മൾ വായിച്ചേ അല്ലേ? 2:14 എടുത്തു, നമ്മൾ വായിച്ച് നിർത്തിയെടുത്ത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14 അല്ലേ? അല്ലേ വായിച്ചേ? എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നത്. അപ്പം നമ്മുടെ ആരുടെ ആത്മാവ് നമ്മുടെ മേൽ വന്നാലേ നമുക്ക് അകത്ത് കൈക്കൊള്ളാൻ പറ്റുള്ളൂ. പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആരുടെ മേൽ നടത്തിപ്പ് ഇപ്പോഴും ഇരിക്കുക? ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ മേൽ ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ, നമ്മളെല്ലാത്തിനും മഹത്വം കൊടുക്കുവാൻ ആരുടെ കൂടെ നിൽക്കുന്നു? ദൈവാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാകൃത മനുഷ്യൻ എങ്ങോട്ട് പോകുന്നു? യൂദായിലേക്ക് നോക്കിയോ. യൂദ എങ്ങോട്ട് പോകുന്നു? ലോകത്തിലേക്ക് പോകുന്നു. പത്രോസും മറ്റുള്ളവരോ ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് വരുന്നു. പിടികിട്ടുന്നോ നിങ്ങൾ? പ്രാകൃത മനുഷ്യൻ ഈ ഭൂമിയിലുള്ളവനെ ചിന്തിക്കുമ്പോൾ ആത്മാവുള്ളവൻ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള ആത്മാവിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നു? നമ്മൾ ചിന്തിക്കുക. ഇവിടെ പറയുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളത്തേ ഇല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ്, ആരുടെ ആത്മാവ് എൻ്റെ മേൽ പകർന്നു? ദൈവാത്മാവ് എൻ്റെ മേൽ പകരപ്പെടും. ആരുടെ നടത്തിപ്പ് എൻ്റെ മേൽ വരണം? നിങ്ങളുടെ അകത്ത് നല്ലോണം കടന്നോണേ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലെറിഞ്ഞോ, നിന്റെ മുന്നിൽ ഒരു യോർദാൻ വരുന്നുണ്ടെങ്കിൽ സ്വർഗം അതിനെ വഴിമാറ്റും.
ഇന്ന് പകൽക്കാലം നിന്റെ മുന്നിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ ആത്മാവിനകത്ത് നീ അറിഞ്ഞോണം, നിനക്ക് വേണ്ടി സ്വർഗം ചില വാതിലുകളെ തുറന്നു വരും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ഇതിനല്ല സ്വർഗത്തിലെ ദൈവം പറയുന്നത്. നമ്മുടെ മേൽ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ മേൽ എന്തുണ്ട്? വാഗ്ദത്തങ്ങളാൽ ദൈവം നമ്മളെ വിളിക്കുന്നു. അമ്മ വാഗ്ദത്തത്തെ കുറിച്ച് അറിയുന്നു. വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെട്ടവൻ അവന്റെ ജീവിതത്തെ തിരിച്ചറിയണം. ദൈവം ചില പ്രവർത്തികളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. ഈ പ്രാകൃത മനുഷ്യനിലേക്ക് ഒന്ന് വരാം. പ്രാകൃത മനുഷ്യനിലേക്ക് വന്നിട്ട് ഹോളി സ്പിരിറ്റിലേക്ക് ഞാൻ കടന്നു വരാം. അമ്മ 2 കൊരിന്ത്യരിലേക്ക് 4-ാം അധ്യായം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം, അതിൻ്റെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർ. അപ്പൊ ആത്മാവ് ഞങ്ങൾ വെളിപ്പെടുത്തിയത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അത് ആർക്കുള്ള? കണ്ടോ, പ്രാകൃത മനുഷ്യൻ ആത്മാവിന്റെ ഇത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പറയുക, അത് നശിച്ചു പോകുന്നവർക്കർത്തെ മറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്. അപ്പൊ ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്തു? ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട്. നിങ്ങളെ വഴി നടത്തുന്നത്, ഇനി ഇവിടെ നല്ല ശ്രദ്ധിച്ചോണം, നിങ്ങളെ വഴി നടത്തുന്നത് ആരാന്ന് പറഞ്ഞു നോക്കുന്നു? പരിശുദ്ധാത്മാവ്. അത് എവിടുത്തെ ആത്മാവ്? സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ പകരപ്പെട്ട. ആരുടെ മേലിരുന്ന് ആത്മാവ്? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ പകരപ്പെട്ടു? നമ്മുടെ മേൽ പകരപ്പെട്ടു. ഇവിടെ പറയുന്നു, ആമി തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ നമ്മുടെ അകത്ത് ആരുടെ വർക്ക് ചെയ്യാൻ തുടങ്ങും? ഒരാൾ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത നിത്യതയിലേക്കുള്ള ഓഹരിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ഭൂമിയിലെ അമി തന്ത്രപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനെ ഇതിൽ വന്നിട്ടുള്ളൂ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം എടുത്താൽ 8-ാമത്തെ വാക്യത്തിനകത്ത് വരും. എടുക്കണമെന്നില്ല. അമ്മ യേശു ക്രിസ്തു അമ്മ എവിടെ നിൽക്കുമ്പോൾ പരീക്ഷകനാൽ പരീക്ഷപ്പെടുമ്പോൾ യേശുവിനോട് പറയുന്നു, ഈ ഭൂമിയിലുള്ളത് സകലവും ഞാൻ നിനക്ക് തരാം. ഏറ്റ ഡിമാൻഡിൽ എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഇത് മുഴുവനും ഞാൻ തരാം. അപ്പോൾ യേശു ക്രിസ്തുവിനെ ആത്മാവ് എവിടേക്ക് നടത്തിയെന്ന് പറഞ്ഞു? മരുഭൂമിയിലേക്ക്. സമയത്തിന് കുറവ്, ഞാൻ വേഗത്തിൽ കയറി വരുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങോട്ട് കൊണ്ടുപോയി? യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. 40 ദിവസക്കാലം യേശു കർത്താവ് മരുഭൂമിയിൽ പ്രാർത്ഥനയിലായിരുന്നു. ആമി അതിനുശേഷം പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ആമി യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ആമി ഈ ലോകത്തിൻ്റെ ദൈവം യേശുവിനോട് പറയുന്നു, ആമി എന്നാ പറയുന്നേ? ഇവിടെ പറയുക, നീ എന്നെ ഒന്ന് താണ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇത് മുഴുവൻ എന്ത് ചെയ്യും? നിനക്ക് ദാനമായി തരും, നിനക്ക് അധികാരങ്ങളെ തരും. ഇന്ന് പകൽ അറിയണം, ആമി പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശു വന്നെങ്കിൽ ലോകത്തിലേക്ക് മാറ്റുവാൻ പിശാച് തന്ത്രപ്പെട്ടുകൊണ്ട്. എന്താ കാര്യമെന്നോ? യേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി മാറണം നമ്മൾ, യേശുവിന്റെ വരവിനായി. എന്നാൽ ഇവിടെ പറയുന്നുണ്ടോ, യേശുവിനെ പോലും എവിടേക്ക് മാറ്റാൻ നിർമ്മിച്ചു? ലോകത്തിന്റെ പ്രാകൃത മനുഷ്യരിലേക്ക് യേശുവിനെ മാറ്റുവാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം എടുത്തേ, അതിനകത്ത് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം എടുത്തേ, അതിന്റെ 18-ാമത്തെ വാക്യം എടുത്തേ. യേശു കർത്താവിലേക്ക് വരുമ്പോൾ കാണാം. വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള ഈ ആത്മാവിനെ എൻ്റെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് എന്തിനെ കുറിച്ച് പറയും? ഈ പരിശുദ്ധാത്മാവ് എന്ത് വെളിപ്പെടുത്തും? ഈ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ. അപ്പൊ പൗലോസിനോട് പറയാ, അപ്പൊ സുവിശേഷം എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ അകത്ത് പോയിക്കോണേ. എന്തിനെ കുറിച്ച് പറയണം? യേശു കർത്താവ് പറയുന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച വെളുത്തു പോയതാ. യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. എന്നിട്ട് പറഞ്ഞു, അവൻ എന്തിനെ കുറിച്ച് പ്രസംഗിക്കാൻ വന്നിരിക്കുന്നു? മാനസാന്തരത്തെക്കുറിച്ചും ദൈവരാജ്യം. അപ്പോൾ ആത്മാവ് വെളിപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ്? മാനസാന്തരത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ്. പൗലോസിനെ കർത്താവ് വിളിക്കുന്നു.
തെരഞ്ഞെടുക്കുന്നു. പൗലോസിനെ തെരഞ്ഞെടുത്തിട്ട് പറയുക, പൗലോസിനോട് പറയുക, നീ എന്തിനെ കുറിച്ച് പറയണം? അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും. അപ്പൊ ഈ ആത്മാവ് എന്തിനെ കുറിച്ച് പറയത്തുള്ളൂ? ഹലോ, പൗലോസിനോട് പറയുന്നു, ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യേശു കർത്താവിന് പറയുന്നു, പൗലോസിനോട് പറയുന്നു എന്തിനെ കുറിച്ച് പ്രസംഗിക്കാൻ? പാപമോചനത്തെ കുറിച്ചും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കുറിച്ചും അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്. അവരാരായിരിക്കുന്നു? അവരെവിടെ നിൽക്കുന്നു? ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന്. അപ്പൊ എവിടെ, ഏത് അധികാരത്തിൽ നിൽക്കുക? ഈ ലോകത്തിന്റെ മോഹം നിന്റെ അകത്ത് കയറുന്നുണ്ട്. ആരുടെ അധികാരത്തിലാ? പ്രസംഗിക്കപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോണം, കേൾക്കപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. എവിടെ പറയുന്നു? ഈ ഭൂമിയിലെ എന്തിനെ കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞോണം, അത് സാത്താന്റെ വചനത്തിലാ. ആത്മാവിന്റെ വചനം പറയുന്നത് എവിടേക്കാ? നിത്യതയ്ക്ക് ഒരുവനെ ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലൂക്കോസിന്റെ 15 വന്നപ്പോൾ മുടിയം പുത്രന്റെ മടങ്ങി വരവ് വരുന്നതിന്റെ കാരണം അവന് പാപബോധം ഉണ്ടായപ്പോഴാ. അപ്പൊ എന്തിനെ കുറിച്ച് പറയുള്ളൂ ആത്മാവ്? ആത്മാവ് വെളിപ്പെടുന്നത് എന്നെ കുറിച്ചാ? പാപത്തെ കുറിച്ച് എന്ത് ചെയ്യും? മാമി വെളിപ്പെടുത്തി. ഇവിടെ പറഞ്ഞു ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക്. അവര് ആയിരിക്കുന്ന എവിടെയാ? ഇരുളിൽ നിന്ന് സാത്താന്റെ അധികാരം. ഇന്ന് പകല് പറഞ്ഞേ, സാത്താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും വന്നിരിക്കുക. ആത്മാവ് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനാ. പരിശുദ്ധാത്മാവിന്റെ പ്രയോഗം എന്ന് പറയുന്നത്, ആത്മാവിന്റെ നിയോഗം എന്ന് പറയുന്നത് ബന്ധനത്തിൽ കിടക്കുവാനല്ല, ബന്ധനങ്ങളെ അഴിക്കുന്നതാ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ പിടിക്കപ്പെടുന്ന ശക്തിക്കകത്തുനിന്ന് ആര് പുറത്തു വരണം? നമ്മളെ മേൽ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങൾ, തലമുറകൾ ബന്ധിക്കപ്പെട്ടു പോകാറില്ലേ? ഉണ്ട്. ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോകാറില്ലേ? ഉണ്ട്. കാരണം ആരുടെ അധികാരത്തിലേക്ക് വരുന്നുണ്ട്? പിശാചിന്റെ അധികാരത്തിലേക്ക് വരുമ്പോൾ, പിശാചിന്റെ ബന്ധനത്തിലേക്ക് വരുമ്പോൾ അവസ്ഥകൾക്കകത്ത് വ്യത്യാസങ്ങൾ വരും. എന്നാൽ ആത്മാവിൽ ഒരുവന്റെ മേൽ ആത്മാവ് പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇരുളിന് സ്ഥാനമില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞ ഇരുളിന് സ്ഥാനമില്ല. നിന്റെ തലമുറയ്ക്കകത്തോ, നിന്റെ ഭവനത്തിനകത്തോ, നീ ചെയ്യുന്ന ബിസിനസ്സിനകത്തോ, നീ ചെയ്യുന്ന ഒന്നിനകത്തോ ഇരുളിനകത്ത് അധികാരമില്ല. അധികാരമുള്ള വെളിച്ചത്തിന്റെ അധികാരമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ആത്മാവ് ഒരുവനെ നടത്താൻ തുടങ്ങിയാൽ അവന്റെ മേൽ വെളിച്ചത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പൗലോസ് ചെയ്തത് ഇരുളിന്റെ അധികാരമായിരുന്നു എന്ന് പറയുന്നു പൗലോസ്. അടുത്ത വാക്യം പറയുന്നത്, അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് എന്ത് ചെയ്തില്ല? അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദാ ദേശത്തുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരുവനെ കൊടുത്ത് വെളിപ്പെടുത്തിയ എന്തിനെ കുറിച്ച് പറയത്തുള്ളൂ? മാനസാന്തരപ്പെട്ട് എങ്ങോട്ട് തിരിയണം? അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ. അപ്പൊ യേശുവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ റോള്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എന്തിലേക്ക് വരുന്നു? മാനസാന്തരത്തിലേക്ക് വരുന്നു. ആരിലേക്ക് തിരിയുവാൻ? ദൈവത്തിലേക്ക് തിരിയാൻ. ആരിൽ നിന്ന് വിട്ടുവരുവാൻ? പിശാചിന്റെ താവളത്തിൽ നിന്ന്, പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന്. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, നിന്റെ ഉയർച്ചയെ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് നന്മ വെളിപ്പെടാതിരിപ്പുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ അനുഗ്രഹത്തിൽ വരാതിരിപ്പുണ്ടെങ്കിൽ, അതിന്റെ പുറകിൽ ചലിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിന്മേൽ ആത്മാവിന്റെ ശക്തിയാൽ നീ ജയമെടുത്തേ മതിയാകത്തുള്ളൂ. തലമുറകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിന്റെ പ്രവൃത്തി എവിടെ വെളിപ്പെട്ടാലും, ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടാലും അവിടെ ദൈവിക അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങിയാൽ, ആത്മാവിന്റെ കൃപ പകരപ്പെടാൻ തുടങ്ങിയാൽ, അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. ഇന്ന് പകൽ ആത്മാവിനകത്ത് വെളിപ്പെട്. ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, ആത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ പിഴപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് നീ കാണാത്ത വഴികൾ സ്വർഗം നിനക്ക്
വേണ്ടി തുറക്കും. ഓ വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. നീ കാണാത്ത വഴികൾ അവന്റെ കൈകളിലുണ്ട്. ഓ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കുവാനിരുന്നു. വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ആത്മവിവശതയിലായി അവൻ തുപ്പട്ടി ഇറങ്ങുവാൻ തുടങ്ങി. പത്രോസ് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം ആമി 3 പേരെ വാതിക്കൽ വിട്ടിട്ട് പറഞ്ഞു, ആമി ഇവിടെയാണ് പത്രോസ് താമസിക്കുന്നത്. അതെ, പത്രോസ് ഇവിടെ താമസിക്കുന്നത്. ആമി ഞങ്ങളുടെ യജമാനൻ പറഞ്ഞു വിട്ടിരിക്കുക, നിന്നെ ആമി ശമരിയ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്ന് പകൽ അറിയണം, ആത്മാവുള്ളവനെ നിയന്ത്രിക്കുന്നത് സ്വർഗമാ. ആത്മാവുള്ളവന് വേണ്ടി വഴി തുറക്കുന്നത് സ്വർഗമാ. ഹല്ലേലൂയ. ശമരിയ പട്ടണത്തിൽ പത്രോസിന് വേണ്ടി സ്വർഗം വാതിൽ തുറന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ ശൂന്യതക്കകത്ത് അത്ഭുത വാതിലുകളെ തുറക്കുന്ന ഒരു സ്വർഗത്തിന്റെ ആത്മാവുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോ ഹല്ലേലൂയ അതിന്റെ പുറത്തേക്ക് വരുമ്പോ ആമി ദൂതന്മാർ കൂടെ നിൽക്കുമ്പോ 1-ാം വാതിലും 2-ാം വാതിലും കിടക്കുമ്പോ 3-ാം വാതിലായ ആമി ഇരുമ്പ് വാതിൽ നിനക്ക് വേണ്ടി തനിയെ തുറന്നെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, ആത്മാവുള്ളവനെ നയിക്കുക സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങിയവനോ. ആത്മാവുള്ളവന് വേണ്ടി അത്ഭുതം ചെയ്യുക സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ആത്മാവുള്ളവനെ കരുതുക സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. നീ ഇന്ന് പകൽ വിശ്വസിക്ക്. ഒന്നിനെ കുറിച്ചോ നീയോ നിന്റെ തലമുറയോ വിചാരപ്പെടല വരത്തില്ല. വഴികൾ സ്വർഗം തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അകത്ത വ്യക്തതയോടെ അറിയണം, എൻ്റെ മേലിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്ക് വേണ്ടി കരുതുന്ന, ഏലിയാവിന് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഏലിയാവിന് വേണ്ടി കരുതിയ ഒരു നല്ല കർത്താവുണ്ടെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞു, ആത്മാവുള്ളവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മുടെ അകത്ത് വ്യക്തതയോടുകൂടി അറിയണം ആരുടെ നടത്തിപ്പ് നമ്മുടെ മേൽ വരണം. പരിശുദ്ധാത്മാവിൽ. എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യും? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കേൾക്കത്തില്ല. അവരെന്ത് ചെയ്തു? അവർ കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കാതാകിയാൽ അവനത് ഗ്രഹിപ്പാനും കഴിയുന്നില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. 16-ാമത്തെ വാക്യം, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. നമ്മൾ ആരാന്ന് പറഞ്ഞു? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ. നിങ്ങൾ അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു, അടയാളങ്ങളെ വിശ്വസിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. അപ്പം നമ്മൾ ഈ ലോകത്തിനകത്തെ കുറിച്ചല്ല പറയേണ്ടത്, ദൈവാത്മാവിന്റെ നടത്തിപ്പിനെ കുറിച്ച് പറയണം. ദൈവാത്മാവ് ഒരു വ്യക്തിയെ നടത്താൻ തുടങ്ങുമ്പോൾ, ഇന്ന് പകൽ പറഞ്ഞു, ദൈവാത്മാവ് പൂർണ്ണമായി നടത്താൻ ഇറങ്ങുന്നെങ്കിൽ മിലിത്യാദ്വീപിൽ നീ പെട്ടാലും അണലി നിന്റെ കൈ കടിച്ചു തൂങ്ങിയാലും നിനക്കൊരു അനർത്ഥവും വരത്തില്ല. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക? നിനക്കൊരു പ്രതികൂലം വന്നാലും, നീ ഒരു പ്രശ്നത്തിനകത്ത് നിന്നാലും ഇന്ന് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമീൻ. മിലിത്യാദ്വീപിനകത്ത് പൗലോസ് അപ്പോസ്തലൻ പെടുമ്പോൾ ആമീൻ ഒരു വിറകുള്ളി എടുത്തിടുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് അണലി കടിച്ചു തൂങ്ങി. അവിടെ നിന്നവരെല്ലാവരും പറഞ്ഞു കേട്ടോ, അവിടെ നിന്നവരെല്ലാവരും പറഞ്ഞു, നീതി ദേവത ഇവനോട് എന്ത് ചെയ്തിരിക്കുക? കോപിച്ചിരിക്കുക. ആമീൻ. നീതി ദേവത കോപിച്ചിരിക്കുന്നു. ആമീൻ ഇവനെ മരണം പിടിക്കാൻ പോവുക. എല്ലാവരും നോക്കി നിൽക്കുക. ഇന്ന് പകൽ ആത്മാവിന് അറിഞ്ഞു, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ ഉയർച്ചയ്ക്കെതിരായി ചില ശക്തികൾ എഴുന്നേറ്റാലും അതിന്റെ മുന്നേ സ്വർഗം നിന്നെ ഉയർത്താൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇന്ന് നിനക്കെതിരായി ഹല്ലേലൂയ മിലിത്യാദ്വീപിനകത്ത് അണലി കടിച്ചു തൂങ്ങുമ്പോൾ അവിടെ നിൽക്കുന്നവർ മുഴുവൻ പറഞ്ഞു, ഇവനെ നീതി ദേവത വിടത്തില്ല, ഇവനൊരു കൊലപാതകനാ. നിന്നെക്കുറിച്ച് നിന്റെ തലമുറയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നതല്ല ഞാൻ പറയുന്നത്. ആത്മാവുള്ളവന് വേണ്ടി സ്വർഗം ഇറങ്ങുമെന്നാ പറയുന്നത്. ആത്മാവുള്ളവന് വേണ്ടി ഇന്ന് പകൽ വിശ്വസിച്ചോ, ആത്മാവുള്ളവന് വേണ്ടി സ്വർഗം ചില അത്ഭുത വഴികളെ തുറക്കുമെന്ന്. അതുകൊണ്ട് പറയുന്നു, യേശുവിന്റെ മനസ്സുള്ളവൻ. കണ്ടോ? യേശുവിന്റെ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ. നമ്മളെല്ലാം ആരിലേക്ക് വരുന്നു? നമ്മൾ ക്രിസ്തുവിലേക്ക്. നമ്മളോട് പറയാം, ക്രിസ്തുവിന്റെ ഭാവം തന്നെ. കണ്ടോ? നമ്മളിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ സവിശേഷത. ആത്മാവ് എവിടേക്ക് വന്നു? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ എന്ന് എത്ര പേര് പറയാൻ പറ്റുന്നു? ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ അകത്തറ നമ്മളെ ലോകത്തിൽ രണ്ടായി തരംതിരിക്കുമ്പോൾ പ്രാകൃത മനുഷ്യനുണ്ട്, ആത്മീയ മനുഷ്യനുണ്ട്. ആത്മീയ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കപ്പെട്ടവരാ.
അതുകൊണ്ട് യേശു പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് യേശു പറയുന്നു. അപ്പോൾ ആത്മീയ മനുഷ്യൻ എവിടേക്ക് വരുക? ക്രിസ്തുവിലേക്ക് വരുക. പിടികിട്ടിയോ? ആമേൻ. നിങ്ങൾ ആരിലേക്ക് വന്നു? ക്രിസ്തുവിലേക്ക് വന്നു. ഇനി നടത്തിപ്പ് ആരുടെ മേല? ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവില. ജഡ മനുഷ്യൻ മാറി ആത്മ മനുഷ്യനിലേക്ക് നിങ്ങൾ വന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആത്മ മനുഷ്യനിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ നടത്തിപ്പ് ആരുടെ മേൽ വരും? നിങ്ങൾ ഈ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുമില്ലേ, ഈ വിഷയത്തിൻ്റെ മുകളിൽ ആത്മാവ് അത്ഭുതം ചെയ്യുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹോളി സ്പിരിറ്റ്, ഞാൻ ഇപ്പോഴും പറയാം, ആത്മാവ് ചലിക്കപ്പെടാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും അതിനെ തടയാൻ പറ്റത്തില്ല. ആത്മാവ് ചലിക്കപ്പെടാൻ തുടങ്ങിയാൽ അവൻ്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ആത്മാവ് ചലിക്കപ്പെടാൻ തുടങ്ങി അവൻ്റെ ഭവനങ്ങൾ വിടുവിക്കപ്പെടാൻ തുടങ്ങും. ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ചലിക്കപ്പെടാൻ തുടങ്ങിയ രോഗബന്ധനത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. ആത്മാവ് ഒരുവന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ അവനെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം ഇട്ടാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം ഒരു ആത്മാവിനകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ആത്മാവ് നിന്നോട് വെളിപ്പെടുത്തിയത് ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടു. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹലോ. അതുകൊണ്ട് പറയുക, പൗലോസ് പറയാണ് റോമാലേഖനം 8:9 പറയും, ഞങ്ങളോ ആരുള്ളോ? ഞങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു വരികിൽ. ആരാന്ന് പറയുക? ജഡസ്വഭാവമുള്ളവർ. ഇവിടെ പറയുന്നു ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവനോ? അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയേ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ എന്തിനെ കുറിച്ച് പറയുള്ളൂ? മാനസാന്തരപ്പെടും. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുവെന്ന് പറയും. അപ്പോൾ ഈ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? യേശുവിൻ്റെ വരവിനെ കുറിച്ചായിരിക്കും. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയും. അല്ലാത്തവരോ? പിടികിട്ടുന്നോ? എന്തിനെ കുറിച്ച് പറയും? ഈ ഭൂമിയിലെ പലതിനെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ച് ആര് പറയും? ജഡത്തിൻ്റെ ആത്മാവുള്ളവൻ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പിടികിട്ടുന്നോ? പരിശുദ്ധാത്മാവ് എന്തിനെ കുറിച്ച് പറയുള്ളൂ? ക്രിസ്തുവിൻ്റെ വരവിനുമായി കാത്തിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജഡത്തിൽ ഇവിടെ പറയുന്ന ബാക്കി നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല. പൗലോസ് പറയും, ഞങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല. ഞങ്ങൾ ആരുള്ളവരാ? ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ നമ്മളെ നയിക്കപ്പെടുന്ന ആരാന്ന് പറയണം? പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ കൊട്ടും പാട്ടും എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ഈ നേടിയതൊന്നും നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നീ അവനോടുകൂടെ കാണും. ഇതാ പ്രത്യാശ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടപ്പെടുന്നത് എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ വരവിനായി. നമ്മളെ കർത്താവിൻ്റെ വരവിനായി എന്ത് ചെയ്യാനാ? നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനാ. എത്ര പേര് വിശ്വസിക്കാൻ? അപ്പൊ നമ്മുടെ മേലുള്ള രക്ഷയെക്കുറിച്ച് ആര് വെളിപ്പെടുത്തി? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. നിങ്ങൾ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന് ആരാൽ വെളിപ്പെടുന്നു? ഏറ്റവും വലിയ കണ്ടന്റായ ഭാഗം ഞാൻ ഈ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു, അതോടുകൂടി വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിൽ ഒരുവന്റെ മേൽ ആത്മാവിനെ പകരുന്നുകൂടെ ദൈവം അവന്റെ വാഗ്ദത്തം ചെയ്യും. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നു, പത്രോസേ, നീ മനുഷ്യനെ പിടിക്കുന്നവരാവും, വാഗ്ദത്തം വന്ന് കയറുക. ഇന്ന് പകൽ എറിഞ്ഞു, വാഗ്ദത്തമുള്ളവൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ഇന്ന് പകൽ നിനക്കായി ഒരു കരുതൽ സ്വർഗത്തിലെ ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ കൂടെ ആത്മാവ് എന്ത് ചെയ്യണം? ഞാൻ ആർക്ക് കീഴ്പ്പെടണം? ദൈവാത്മാവിന് കീഴ്പ്പെടുന്നവരാകണം. ദൈവാത്മാവിന്റെ നടത്തിപ്പിലേക്ക് ഞാൻ വരണം. അപ്പൊ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ ആരല്ല? ജഡ സ്വഭാവമുള്ളവരല്ല. എനിക്കൊരാളോട് പക തോന്നുക, വിദ്വേഷം തോന്നുക, ഒരാളെ കുറിച്ച് ഞാൻ മോശമായി പറയുക, ഇതെല്ലാം പറയുന്ന ഏത് ആത്മാവാ? ഈ ലോകത്തിന്റെ ആത്മാവാണേ. ദൈവാത്മാവ് നടത്തുന്നവൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് എന്നാ പറഞ്ഞേ?
70 വട്ടം ക്ഷമിക്കണമെന്ന് യേശു പറയുന്നു. യേശുവിനോട് കാൽവറി ക്രൂശിൽ കിടക്കുന്ന കള്ളൻ അവൻ പറഞ്ഞു, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. യേശു എന്നാ പറഞ്ഞേ? നീ എന്നോടുകൂടെ ഇന്ന് പറുദീസായിലിരിക്കും. ആ ആത്മാവ് നമ്മുടെ മേലുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അകത്ത് വെളിപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറും? ജഡ സ്വഭാവത്തിലേക്ക് മാറും. ആത്മസ്വഭാവമുള്ളവനെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കരുതിക്കൊണ്ടിരിക്കും. ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചു, ആത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെയോ നിങ്ങളുടെ ഭവനത്തിനകത്തോ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ ദേശത്തിനകത്ത് നിന്നെ തമ്പുരാൻ തലപോലെ ഉയർത്തി മാറ്റും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ നടത്തിപ്പ് ഒരുവൻ വന്നാൽ, ആത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവ്. അല്ലെങ്കിൽ ആത്മാവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ, ദൈവശബ്ദം ഇറങ്ങിത്തിരിച്ചവൻ അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചപ്പോൾ അവന് വേണ്ടി മുഴുവൻ കരുതി വെച്ചെങ്കിൽ, ഇന്ന് പകലറിഞ്ഞു നിനക്ക് നിന്റെ തലമുറയ്ക്കും വേണ്ടത് മുഴുവൻ ദൈവം തമ്പുരാൻ കരുതി വെക്കുക. കാരണം നിന്റെ പ്രത്യാശ ആരിലായിരിക്കും മാറണം? ക്രിസ്തുവിലായി മാറണമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നമ്മളിൽ എന്തിൽ വരരുത്? ജഡ സ്വഭാവത്തിൽ വരരുത്. ഏതിൽ വരാവുള്ളൂ? ആത്മാവിന്റെ നടത്തിപ്പ് വരണം. ജഡസ്വഭാവം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നറിയോ? നമുക്ക് എത്ര ലഭിച്ചാലും പോരാൻ തോന്നും. എന്തില് നമുക്കൊരിക്കലും ഒന്നിലും എന്തിന് തൃപ്തരാകത്തില്ല, ഒന്നിലും. അപ്പൊ യേശു കർത്താവ് 5 അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് പൂർണ്ണ തൃപ്തി വന്നു എന്നുള്ള വാക്യം കിടപ്പുണ്ട്. അപ്പൊ ക്രിസ്തുവിൻ്റെ അരികിൽ വരുന്നവൻ എന്ത് ചെയ്യും? പൂർണ്ണ തൃപ്തനാക്കി ദൈവം തമ്പുരാൻ മാറ്റും. ഇന്നത്തെ ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ. അപ്പൊ പരിശുദ്ധാത്മാവിൻ്റെ ജഡമനുഷ്യൻ്റെ ആത്മാവും ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനെ നമ്മൾ തിരിച്ചറിയണം. ജഡമനുഷ്യൻ ലോകത്തെക്കുറിച്ച് പറയും, പരിശുദ്ധാത്മാവ് നിത്യതയെക്കുറിച്ച് പറയും. നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ജനത്തിനകത്ത് മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ ഭൂമിയെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുമ്പോൾ, ഈ ഭൂമിയിലെ പലതിനെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കപ്പെടും, കേൾക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം, ഇത് ജഡത്തിൽ ഉള്ള ആത്മാവാണ്. യേശുവിനെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പ്രസംഗിക്കപ്പെടുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒറ്റ പ്രസംഗം നടത്തിയപ്പോൾ അനേകർ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു അല്ലേ? കുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. മാനസാന്തര സുവിശേഷം ജനത്തിൻ്റെ ഇടയിൽ കിടക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജഡത്തിൽ നടക്കുന്നുവെങ്കിലും ആരുടെ ഹിതപ്രകാരം നടക്കുന്നത്? ആത്മാവിൻ്റെ ഹിതപ്രകാരം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് ഒന്ന് പെട്ടെന്ന്. റോമാലേഖനം അതിൻ്റെ 7-ാം അധ്യായം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നു. ഇവിടെ പറയുന്നുണ്ടോ? ജഡമനുഷ്യനെ കുറിച്ച് പറയുക. എൻ്റെ കൂടെ ഇരിക്കുക പരിശുദ്ധാത്മാവ്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നാ? നന്മ ചെയ്യാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെങ്കിലോ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ജഡമനുഷ്യനിലേക്ക് നോക്കിയേ. ആത്മമനുഷ്യൻ ജഡമനുഷ്യൻ നമ്മൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അറിയണം, ആത്മാവിൻ്റെ നടത്തിപ്പിനകത്ത് വരുമ്പോൾ പറയുന്നു, ഞാൻ ചെയ്യുവാൻ. അകത്ത് പരിശുദ്ധാത്മാവ് പറയുക നന്മ ചെയ്യുവാൻ. പക്ഷെ ഞാൻ ചെയ്യുന്നതോ? ഞാൻ ചെയ്യുന്നത് എന്നാ? എൻ്റെ അകത്ത് ആത്മാവ് വെളിപ്പെടുത്തിയിട്ട് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലേ? പാപം ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വഴികളിൽ നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പറയുക, ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ചെയ്യാൻ, പക്ഷേ ഇച്ഛിക്കാത്ത എന്തെയോ എന്നെ വരുന്നേ? എന്നെ തിന്മയത്രേ വരുന്നത്. അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സമയത്തിന് ഞാൻ അരിഷ്ടൻ മനുഷ്യൻ. പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും? പൗലോസ് പറയാ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനാ, പക്ഷേ ഞാൻ ചെയ്യുന്നതോ ഇച്ഛിക്കാത്ത തിന്മയത്രേ. എന്റെ പ്രവൃത്തി പറയുക. എന്റെ പ്രവൃത്തിയിൽ എന്നാ ഉള്ളേ? പ്രവൃത്തി തിന്മ വരുക, നന്മ എന്ത് ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ആത്മാവിൽ ഞാൻ നടക്കുന്നു. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും എന്നിൽ നിന്ന് വരുന്നത് എന്നാ? അതുകൊണ്ട് പൗലോസ് പറയാ, ഞാൻ ആരാന്ന് പറയുക? ഞാൻ ഒരു അരിഷ്ട മനുഷ്യനത്രേ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? കണ്ടോ? പൗലോസ് ചോദിക്കുക,
ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇന്ന് പകൽ പറയണം, നമ്മുടെ മേൽ മോഹത്തെ കൊണ്ടിടുന്നത് പിശാചിൻ്റെ തന്ത്രമാണെങ്കിൽ ആത്മാവിന് കീഴടങ്ങപ്പെടുന്നവരായി മാറണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങൾ വരണം. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലേക്ക് വരണം. ആത്മാവിൻ്റെ നിയോഗത്തിലേക്ക് വന്നാൽ ഇന്ന് പകൽ എഴുതിക്കൂ, നിങ്ങളുടെ യോർദാൻ ദൈവം വഴിമാറ്റി തരും. ഇന്ന് ഭാരപ്പെടുന്ന സകല വിഷയങ്ങളുടെ മുകളിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വിടുവിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ജഡമനുഷ്യൻ്റെ അകത്ത്, ഈ ജഡമനുഷ്യൻ നിങ്ങൾ കണ്ടില്ലേ, ഈ ജഡമനുഷ്യൻ്റെ ചിന്തകൾ പാപത്തിൻ്റെ ചിന്തയാണ്, ജഡത്തിൻ്റെ ചിന്ത. ഞാൻ ഇച്ചിരി കടന്നു വരുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഒരാളുടെ മേൽ വരികയാണെങ്കിൽ അവർ സകലത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. നിത്യതയിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് സിമ്പിളായിട്ട് അങ്ങ് പോകാം. കർത്താവിൻ്റെ വരവിൽ നിന്നുള്ള ഒരുത്തരും പോകത്തില്ല. കർത്താവിൻ്റെ നടത്തിപ്പ് നമ്മുടെ മേൽ വരണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ദാഹിച്ചു, നിങ്ങളുടെ അരികിൽ വന്നു, നിങ്ങൾ എന്ത് ചെയ്തില്ല? കുടിക്കാൻ തന്നില്ല. ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. എന്നിൽ ഏത് മനുഷ്യനുള്ളതുകൊണ്ട്? ജഡമനുഷ്യനുള്ളതുകൊണ്ട്. പകരപ്പെടുമ്പോൾ ഞാൻ പറയും ആത്മാവുണ്ട്. എൻ്റെ സഭയ്ക്കകത്ത് തുള്ളലും ചാട്ടലും ഒക്കെ കാണുമ്പോൾ ആത്മാവുണ്ട്. പക്ഷേങ്കിൽ ആരെ നയിപ്പിക്കുന്നു, ആരാൽ നടത്തപ്പെടുന്നു? ആമി ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമി ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനകത്ത് വരണം. ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് പൂർണ്ണമായി വരുമ്പോഴാണ് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നത്. ഒരു വ്യക്തി ദൈവ നിയന്ത്രണത്തിലേക്ക് വരാമെങ്കിൽ അവനുള്ള വഴി ദൈവം ഒരുക്കും. നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെ ദൈവം കൊണ്ട് എത്തിക്കും. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 1 കൊരിന്ത്യർ 3-1 വാക്യത്തിൽ വന്നേ. എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഏതിനെ കുറിച്ചാണ് പറയേണ്ടത്? ജഡീകന്മാരോട് എന്ന പോലെ. നിങ്ങൾക്ക് വലിയൊരു നന്മ വരാൻ പോകാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കൈയടിച്ച് ആരാധിക്കത്തില്ലേ? നിങ്ങൾക്കൊരു വലിയൊരു അത്ഭുതം നടക്കാൻ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കത്തില്ലേ? നിങ്ങൾക്ക് നിത്യത ഓഹരിക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷം വരുന്നുണ്ടോ? നീ സഭയെല്ലാം അനങ്ങാതിരിക്കുക. യേശു കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം വരത്തില്ല. പക്ഷേങ്കിൽ പൗലോസ് പറയുക, ഞാൻ ആരോട് സംസാരിക്കുന്നത്? നിങ്ങൾ ആരാണെന്ന് പറയുക. നിങ്ങൾ ജഡീകന്മാരാ. കാരണം എന്താ? ജഡത്തിലുള്ളതിനെ കുറിച്ച് കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു വലിയ സാമ്പത്തിക നന്മ വരാൻ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. യേശു വരാൻ പോകുന്ന പറഞ്ഞാൽ സന്തോഷം വരത്തില്ല. കാരണം ആരായതുകൊണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തിലാണ്? നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രവചനത്തിലാണ്. ആണെന്നോ അല്ലെന്നോ? നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക ഒന്ന് പ്രവചനം പറയാൻ, അല്ലെങ്കിൽ അതിലേക്ക് വരുന്നു. കാരണം എന്തെങ്കിലും നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് പറഞ്ഞു? നിങ്ങൾ ശിശുക്കളായതുകൊണ്ട്. അപ്പോൾ ഇവിടെ പറയുവാണ്, സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് ഇതുവരെ എന്ത് തോന്നിയിട്ടില്ല? കഴിവായിട്ടില്ല. ഇപ്പോഴും ഇന്ന് പകല് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളെ ചില വിഷയങ്ങളുടെ മുകളിൽ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്നു? എന്നാ പറയാൻ മേലാത്തെ? ഓ ബ്രദറെ, കർത്താവിൻ്റെ വരവിനായി ഞാൻ കാത്തിരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ആരായതുകൊണ്ട്? ജഡത്തിൽ ജീവിക്കുന്ന ജഡീകന്മാരായോണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് 2 പേരിലും വിളിച്ചു ചോദിക്കും, ഇന്നെന്നാ പ്രവചനത്തിൻ്റെ ആത്മാവില്ലായിരുന്നോ എന്ന്. കാരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നതാ? ജഡത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുക പൗലോസ് പറയാം, നിങ്ങൾ ആരിൽ ശിശുക്കളായത്? ക്രിസ്തുവിൽ. നിങ്ങൾ ക്രിസ്തുവിൽ തന്നെയാണ്. കർത്താവിൻ്റെ വരവിൽ നിങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ആരാന്നാ പറയുന്നത്? നിങ്ങളൊരു വഴിയൊന്ന് അടഞ്ഞു പോയിക്കേ. നിങ്ങളൊരു പ്രശ്നത്തിനകത്ത് ചെന്ന് നോക്കിയേ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു വിഷയം വന്ന് നോക്കിയേ. ഇന്നലെ കൈയടിച്ച് ആരാധിച്ചവർ ഇന്ന് ആരാധിക്കത്തില്ല. എനിക്ക് നല്ല അറിയാം.
സ്റ്റേജിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഏറ്റവും പുറകെ പോയിരുന്നു. സകല ചിന്തകൾ മാറിപ്പോയി. അതുവരെയും കേട്ടോണ്ടിരുന്ന ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന, എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലോട്ട് കിട്ടിയപ്പോഴോ ആര് സംസാരിച്ചു? ജഡത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. എന്നാൽ ആത്മാവിൻ്റെ ഒരു ശബ്ദം ധരിച്ചു വന്നപ്പോൾ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇന്ന് പകലിൽ പറയണം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ. ഹല്ലേലൂയ. അകത്തൊരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ജഡമനുഷ്യൻ എഴുന്നേക്കും. മൂന്നാമത്തെ വാക്യം പറയുക, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ നടക്കുന്നവരും. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പറയും, ഞങ്ങൾ ഒരപ്പത്തിന്റെ അംശികളാണെന്നാണേ. നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ഈർഷ്യയും പിണക്കവുമുണ്ട്, കയ്പുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ പോയിട്ട് ദൈവദാസനെ കുറിച്ചാണ് പറയുന്നല്ലേ. നല്ല കാര്യമൊന്നും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറയുന്നവർക്കായി സ്തോത്രം, പറയാത്തവർക്കാരും കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ ആരായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ സാധാരണക്കാരെ പോലെ നടക്കും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിന് വേറെ കണ്ടലിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ എടുത്തത്. ഈ ഒറ്റ മാസം കൊണ്ട് സകല വാഗ്ദത്തങ്ങൾ നിവൃത്തീകരണം വരാൻ പോവാ. 2025 സൗഖ്യത്തോടെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ മുഴുവനും പുറത്തു കൊണ്ടുവരും. ഇനി 1-2 വീടേ ഉള്ളൂ വിടുവിക്കപ്പെടാൻ. അതും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. എനിക്ക് നല്ല ഉറപ്പാണ്. ആമേൻ. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, ഇതൊന്നും സംസാരിക്കണം എന്ന് പറഞ്ഞോണ്ട് എനിക്കും അത്ര ഇതങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയുക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേ, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? നിങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും ഇതൊക്കെ കണ്ടാൽ ആര് എന്താന്ന് തോന്നും? ആത്മ മനുഷ്യരാന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ആരാന്നാ പറയുന്നത്? കാരണം നിങ്ങളിൽ എന്തുണ്ട്? ഈർച്ചയുണ്ട്, പിണക്കമുണ്ട്, വിദ്വേഷമുണ്ട്, എല്ലാം ഉണ്ട്. ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടാൽ ഉടനെ പറയും, ദൈവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഈർച്ചയുണ്ടെന്നോ പിണക്കമുണ്ടെന്നോ? ഞങ്ങൾ ഇന്നും പഴയ പോലെ ഇരിക്കുക ഇല്ലേ? ഞാൻ എന്നെ പിടിച്ച് പറയാൻ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു? ജഡിയന്മാര് ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനകത്ത് എഫെസ്യ ലേഖനം 5:18 വന്നേ, പെട്ടെന്ന് വന്നേ. 5:18 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവർ. അപ്പൊ ജഡിയൻ അല്ലെങ്കിൽ എന്തിലേക്ക് വരും? ആത്മാവിന്റെ നിറവിലേക്ക് വരും. സെഖിയോമാളി മുറിക്കകത്ത് ദൈവാത്മാവിന്റെ ഒരു പകർച്ച ഉണ്ടായി. അവിടെ ഇരുന്നവരെല്ലാവരും ചോദിച്ചു, നിങ്ങൾ മദ്യപിച്ചിട്ടാണെന്നോ ചോദിച്ചു. ആണ് അല്ലെന്നോ? അതെ. അവർ പറഞ്ഞു, ഞങ്ങളുടെ മേൽ മദ്യപിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളുടെ മേൽ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഹന്ന പ്രാർത്ഥിക്കാൻ ആലയത്തിൽ കയറിയപ്പോൾ ഏലി പുരോഹിതൻ ചോദിച്ചു, കൊച്ചാ നീ രാവിലെ മദ്യപിച്ചിട്ടാണോ വന്നേ? അല്ല, എൻ്റെ ഹൃദയത്തെ കൈമാറുകയാ. ഇന്ന് പകലിരണം ആത്മാവിൽ നിറയുന്നവരായി മാറണം. പരിശുദ്ധാത്മാവിൽ ഒരുവൻ നിറയാൻ തുടങ്ങിയാൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ ജഡത്തെ ജയിക്കുന്നവൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങുക. ജഡ മനുഷ്യനേക്കാൾ ആത്മീയ മനുഷ്യൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരാൻ തുടങ്ങി. ഇന്ന് പകലിൽ പറഞ്ഞു, ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ, ആത്മാവ് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ ഇന്ന് പകലിൽ പറഞ്ഞു വാതിലുകൾ ദൈവം തനിയെ തുറക്കും. ഇന്ന് പകൽ പറഞ്ഞു ആത്മാവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ ആർക്ക് വെളിപ്പെടും? നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എന്തിനാ നമ്മൾ ഈ ജഡമനുഷ്യനെ വിട്ട് ആത്മമനുഷ്യനിലേക്ക് വരുന്നത്? ജഡമനുഷ്യനെ നമ്മൾ വിടണം. ഈ ആത്മമനുഷ്യനിലേക്ക് ഒരുവൻ വരുന്നുണ്ടേ ഓർത്തു, നിങ്ങളുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഒരുവന്റെ മേൽ വരികയാണെങ്കിൽ, ആത്മാവിങ്ങനെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിനും നിങ്ങൾ എൻ്റെ സാക്ഷികളാവും.
വാതിൽ തുറക്കുന്നോ തുറക്കത്തില്ലെന്നോ? ദൈവത്താൽ നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ ദൈവം തമ്പുരാൻ തുറക്കും. ജഡിക മനുഷ്യനല്ലെങ്കിൽ ആത്മീയ മനുഷ്യനാണെങ്കിൽ ഇന്ന് പകലെറിഞ്ഞു, സിംഹത്തിന്റെ കുഴിയിൽ കയറി എറിഞ്ഞാൽ നിനക്കൊരു അനർത്ഥവും വരത്തില്ല. ഹല്ലേലൂയ. നിന്നെ കരുതാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്. ആത്മാവ് നടത്തുന്ന ഒരുവനറിയണം. ചന്ദ്രക്കിനെ മേശക്കിനെ അബേദോബിനെ തീക്കകത്തേക്ക് വലിച്ചെറിയുമ്പോഴോ സ്വർഗം അവിടെ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ നീ ഒരു യജമാനന്റെ കയ്യിലാണെങ്കിൽ, അവൻ ആത്മാവിന്റെ നടത്തിപ്പിലാണ് നീ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകലിൽ പറഞ്ഞു തണ്ടിന്മേ വെച്ച് വിളക്ക് പോലെ തന്നെ നിന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ ലോകമല്ല നിന്റെ കൂടെ നിൽക്കുന്നത്, നിന്റെ കൂടെ സ്വർഗത്തിലെ ദൈവം നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്ന ആത്മാവിന്റെ നിറവിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടി കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും ദൈവത്തിന് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മഹത്വത്തോടെ നിൽക്കുന്നവരായി മാറണം. ജഡിക മനുഷ്യനല്ലെങ്കിൽ ആത്മീയ മനുഷ്യനാണെങ്കിൽ. ഈ ജഡിക മനുഷ്യന്റെ അകത്ത് എന്നാ ഉണ്ട്? കയ്പിന്റെ പേരുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലേ? ഈ ജഡിക മനുഷ്യൻ, നിങ്ങൾ ഇന്ന് പകലിൽ നിങ്ങൾ പറഞ്ഞോണം, ആത്മാവുള്ളവൻ സകലത്തിൽ നിന്ന് ഒഴിവുള്ളവനാണ്. ആത്മാവുള്ളവൻ സകലത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒഴിവുള്ളവനാ. അവൻ ആരെ കണ്ടിറങ്ങിയതാ? അവൻ കസേര കണ്ടിറങ്ങിയതാണോ? ഹലോ, എന്നോടൊന്ന് വന്നേ. ഈ നമ്മൾ വന്നതൊരു പ്രതിസന്ധിയുടെ മുന്നിലല്ലേ യേശുവിന് അരികെ വന്നേ, അല്ലേ? അന്ന് നമ്മൾ കസേര കണ്ടായിരുന്നോ? എന്തെങ്കിലും കണ്ടായിരുന്നോ? എൻ്റെ കർത്താവെ ഒന്ന് മനസ്സലിയണം, ഈ വിഷയത്തിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് വിടുവിക്കണം. അപ്പോൾ അടുത്തിരുന്ന കൊച്ചു പറഞ്ഞു, ഞങ്ങൾ ഇതിനേക്കാൾ വലിയ വിഷയത്തിലായിരുന്നു, കർത്താവ് വിടുവിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടതിന് സന്തോഷം പറഞ്ഞിരുന്നതാ. ഇന്നിപ്പോൾ ആരാൽ നടത്തപ്പെടുന്നു? ജഡ മനുഷ്യനാൽ നടത്തപ്പെടാൻ തുടങ്ങി. ഇപ്പം നിന്റെ അകത്ത് എന്നാക്കെ കയറി വന്നു? കയ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെ ഒക്കെ എന്ത് ചെയ്തു? തുടക്കം എവിടെയായിരുന്നു? തുടക്കം ആത്മാവിലായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ എവിടെ ചെന്ന് അവസാനിച്ചു? ജഡ മനുഷ്യനിലേക്ക് മാറി. അമ്മി കൊരിന്ത്യലേഖനം 3-ാം അധ്യായമല്ലേ നമ്മൾ മുമ്പേ വായിച്ചേ? അതിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിൻ്റെ 4-ാമത്തെ വാക്യം. ഒരുത്തൻ ഞാൻ വായിച്ചേ. ഞാൻ ഇവിടെ പറയും, ഒരുത്തൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ കണ്ടോ, നിങ്ങൾ ആരുടെയും ഒക്കെ പക്ഷം ചേരുന്നുണ്ട്. ആരാന്നാ പറഞ്ഞേ? പൗലോസ് പറയും, നിങ്ങൾ ആരാണ്? നിങ്ങൾ ജഡമനുഷ്യരാ. അപ്പൊ ദൈവസഭയെ നിങ്ങളുടെ അകത്ത് പിടികിട്ടിയേ. ഇന്ന് കസേരകൾക്ക് വേണ്ടി മത്സരം നടക്കുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? കസേരയ്ക്ക് വേണ്ടി അവരാരാന്ന് പറഞ്ഞു? ജഡമനുഷ്യർ. എങ്ങോട്ടില്ല? ഈ പാരമ്പര്യം പറയുമ്പോഴെല്ലാം ഓർത്തോളം, ഒന്നും അക്കരയ്ക്ക് പോകാനുള്ളൂ, ഇവിടെ കൊണ്ട് അവസാനിക്കാനുള്ളതാ. പൗലോസ് ഇവിടെ പറയുക, ഇവിടെ പറയുന്ന വാക്കിനകത്ത് നോക്കിയേ. കുറച്ചുപേർ പറഞ്ഞു, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ പറയുമ്പോൾ നിങ്ങൾ ആരാന്ന് പറഞ്ഞു? ഇവിടെ കിടന്ന് മത്സരങ്ങളും വഴക്കും പിടിക്കും നടക്കുന്ന നിങ്ങൾ ആരാന്ന് പറഞ്ഞു? നിങ്ങൾ ആരാന്ന് പറഞ്ഞു? ക്രിസ്തുവിന്റെ ആത്മാവുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലവനെ നിത്യതയെ കാണത്തില്ല. ജഡമനുഷ്യൻ ഇവിടെ കൊണ്ട് അവസാനിക്കും, ആത്മമനുഷ്യൻ നിത്യതയോളം ചെല്ലും. അപ്പൊ നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ജഡമനുഷ്യനും ആത്മമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറയുന്നു. സാധാരണ മനുഷ്യല്ലേ അപ്പൊല്ലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷ. ഇതുണ്ടോ? പൗലോസ് പറയുക, കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ റുമാല് കൊടുത്തുവിട്ടവൻ രോഗി സൗഖ്യമായി, എൻ്റെ ഉത്തരയും കൊടുത്ത വ്യാധികൾ പുറത്തുപോയി, അണല് കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ കുടഞ്ഞു കളഞ്ഞു, കാരാഗ്രഹത്തിൽ നിന്ന് ഒറ്റ ആരാധന നടത്തിയപ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി. ഇതൊന്നും ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടോ അല്ല, സ്വർഗത്തിന്റെ കൃപയാണ്. പൗലോസ് പറയും, ഇതുകൊണ്ട് എനിക്കെന്തില്ല പൂഴാനല്ല പറയുക, നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ശുശ്രൂഷ എന്ത് ചെയ്തു? ദൈവം തന്നതിനെ ഞാൻ എന്ത് ചെയ്തു? ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. ഹലോ, ആരാൽ വളരപ്പെടണം? ദൈവത്താൽ നിങ്ങൾ വളരപ്പെടണം. ദൈവത്തിന്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം.
നിങ്ങൾ ആരുടെയും എന്ത് ചെയ്യല്, പക്ഷത്തിലേക്ക് പോലെ ആരുടെയും പക്ഷം പിടിക്കരുത്. ആരുടെ കൂടെ നിൽക്കണം? ക്രിസ്തുവിനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആരാത്മീയ ഗീതങ്ങളാലും ദൈവത്തെ ആരാധിച്ച് നിങ്ങൾ ആരുടെയും പക്ഷം ചേരരുത്. ഇവിടെ പറയുന്നു, ആമേ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താന്താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒത്തവണ്ണം ആരെയും കൂലി കിട്ടും. നിങ്ങളെ ഒരു രക്ഷാമാർഗത്തിൽ കൊണ്ട് എത്തിച്ചാലും, ഒരു പ്രവചനത്തിൽ കൂടെ നിങ്ങളെ വിടുതലിലേക്ക് മാറിയാലും, ഇതിലൊന്നും പൗലോസ് പറയും എന്തില്ല, പുകഴാനോ പ്രശംസിപ്പാനോ ഇല്ല. അതെന്റെ മേൽ തന്നെ ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. ലക്ഷ്യം ഏതിലേ ഉള്ളൂ? യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നിങ്ങളും അവനോടുകൂടി കാണപ്പെടണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് പറയാം, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും പറ്റത്തില്ല. അടിസ്ഥാനം ആരിലേ ആകാവുള്ളൂ? നിങ്ങളുടെ അടിസ്ഥാനം ആരിലെ നിൽക്കാവുള്ളൂ? അതുകൊണ്ട് പൗലോസ് പറയേ, ഞാൻ എൻ്റെ നാമത്തിൽ ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. ആരുടെ അടിസ്ഥാനത്തിന്റെ കീഴിൽ നിങ്ങൾ നിൽക്കണം? ഇന്ന് നിൽക്കുന്ന ദൈവസഭയെ നോക്കിക്കോണം, അടിസ്ഥാനത്തിന്റെ കീഴിലാണോ എന്ന്. അധികാരത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി അടികൂടുമ്പോൾ അറിയണം, നിങ്ങൾ ജഡ മനുഷ്യരത്രേ, നിങ്ങൾ ആത്മ മനുഷ്യരല്ല. നിങ്ങളകത്ത് ഈർച്ചയോ പിണക്കമോ ഉണ്ടാകല്ലേ. യോഹന്നാൻ വന്നിട്ട് പറയും, ഞാനോ കുറയണം, അവനോ വളരണം. യേശുക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശുവിനെ കാണുമ്പോൾ ഒരു നല്ല ശമരിയനെ കാണാം. യേശുവിനെ കാണുമ്പോൾ നല്ല മനസ്സലിയുള്ളവനെ കാണാം. ഇവിടെ പറഞ്ഞു, യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയത്തില്ല. അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ ഈ വചനത്തിനു വിരുദ്ധമായി, ഈ ക്രിസ്തു വിട്ടേക്കുന്ന അടിസ്ഥാനത്തിനു വിരുദ്ധമായി മറ്റെന്തെങ്കിലും ചെയ്താൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. യേശു ക്രിസ്തു വിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ ആര് നിലനിൽക്കണം? വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അതിനകത്ത് നിലനിൽക്കണം. നിങ്ങളുടെ അകത്ത് തീർച്ചയും പിണക്കവും പക്ഷവും ഉണ്ടാകല്ലേ. നിങ്ങൾ ആരെ പോലെ? ജഡിക മനുഷ്യരെ പോലെ ആകരുത്. നിങ്ങൾ ആരെ പോലെ ആകണം? ആത്മീയ മനുഷ്യരെ പോലെ ആകണം. ആരുടെ നടത്തിപ്പ് നിങ്ങളുടെ മേൽ വരണം? ജഡമനുഷ്യന്റെ മേൽ നടത്തുന്ന പരിശുദ്ധാത്മാവല്ല, ജഡത്തിന്റെ ആത്മാവാ. ഈ ഇലക്ഷനൊക്കെ നടത്തുമ്പോഴേ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഇവരൊക്കെ ഏതാത്മാവിലാണ് പ്രസംഗിക്കുന്നേ? ജഡത്തിന്റെ ആത്മാവിലാ. സ്വോത്രം പറഞ്ഞ് നടക്കണ്ട. ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ഏതാത്മാവാ? ഈ ലോകത്തിലെ പ്രഭുവിനെ ആര് വിളിച്ചു പറയുന്നോ അവർ ജഡത്തിന്റെ ആത്മാവാ. സമ്പത്തിന് വേണ്ടി പ്രസംഗിക്കുന്നുണ്ടോ? ജഡത്തിന്റെ ആത്മാവാ, ജഡീയനാ. യേശു പറഞ്ഞ നിത്യതയെക്കുറിച്ചാ. യേശു എന്നൊരു സമ്പത്തിനെ നിങ്ങളുടെ അകത്ത് കിട്ടിയാൽ, യേശു എന്നൊരു കർത്താവിനെ നിങ്ങളുടെ അകത്ത് കിട്ടിയാൽ, ഇന്ന് പകലിലും പറഞ്ഞു എല്ലാത്തിനേക്കാൾ മേന്മയുള്ളത് യേശു ക്രിസ്തുവിന്റെ നാമമാ. അപ്പൊ നിങ്ങൾ ആരിലേക്ക് വരണമെന്ന് പറഞ്ഞു? ജഡമനുഷ്യരിലേക്ക് എന്ത് ചെയ്യരുത്? വരരുത്. അതുകൊണ്ട് പറയുന്നു, പ്രവൃത്തി വെളിപ്പെട്ടു വരും. എന്നിട്ട് പറയുക, ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന. കണ്ടോ? ഇവിടെ നിൽക്കുമ്പോ ആത്മാവിലും സത്യത്തിലും യേശുവിനെ ആരാധിച്ച് നിത്യതയ്ക്ക് ഓഹരിക്കാരായി
ഈ ഭൂമിയിലുള്ളത് ചപ്പന്നും ചവറന്നും എണ്ണി യേശുവിന്റെ പിന്നാലെ നീ നടന്നാൽ നിത്യമായ ഒരു നിത്യമായതിലേക്ക് നിനക്ക് കയറിപ്പോകാൻ പറ്റും. കർത്താവിന്റെ വരവെങ്കിൽ നീ അവനോടുകൂടെ കാണപ്പെടും. എന്നാൽ ഈ ലോകത്തിലുള്ളതിന്റെ പിന്നിലും ഈ ലോകത്തിലുള്ളതിനെ ആശ്രയിച്ച് നീ നടന്നാൽ നിന്റെ ശുശ്രൂഷയും നിന്റെ വാക്യങ്ങളും ഇവിടെ കൊണ്ട് അവസാനിക്കും. ഇവിടെ പറയുന്നു, ആമി വെളിപ്പെട്ടു, നീ അത് തീയോടുകൂടി വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അവൻ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നെങ്കിൽ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകലിലും അറിയാം, ദൈവസന്നിധി നീ വിശ്വസ്തനാണെങ്കിൽ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈ ഭൂമിയിലുള്ളതിനെ ചപ്പന്ന് ചവർന്ന് എണ്ണിയിരിക്കാമെങ്കിൽ, ഇന്ന് പകലിലും അറിഞ്ഞോ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ, നിന്റെ ഭവനം നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ കാലം കഴിഞ്ഞാൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്. അതുകൊണ്ട് യോശുവ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരോ, അവനുടെ അടിസ്ഥാനത്തിന്മേൽ, അവനിട്ട് ആ അടിസ്ഥാനത്തിന്മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ആത്മാവിന്റെ നിറവിനകത്തറിയണ ദൈവസന്നിധി വിശ്വസ്തയോടെ ഒരുവൻ നിന്നാൽ അവന് വേണ്ടി കരുതുന്ന ഒരു ആത്മാവുണ്ട്. ഹല്ലേലൂയ. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അത് ഛേദം വരും. ഞാനോ രക്ഷിക്കപ്പെട്ടു എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ. പരിശുദ്ധാത്മാവി നടത്തപ്പെടുമ്പോൾ അറിയണം, ഈ ലോകം നിനക്ക് അനുകൂലമായി വരത്തില്ല. പരിശുദ്ധാത്മാവി നടത്തപ്പെടുമ്പോൾ അറിയണം, അനേക നിന്ദകൾ നീ അനുഭവിക്കേണ്ടി വരും, അനേക പരിഹാസങ്ങൾ നീ ഏൽക്കേണ്ടി വരും. പലരും നിന്നെ മാറ്റി നിർത്താം. ഹല്ലേലൂയ. നിന്റെ കൂടെ ആരും കാണത്തില്ല. യേശു കർത്താവിൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. ആരുമില്ലെങ്കിലും ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എൻ്റെ കൂടെ സ്വർഗത്തിലെ ദൈവമുണ്ട്. ഓ, ഇന്ന് പകൽ ഇത്ര പേര് വിശ്വാസത്തോടെ പറയുന്നു, ആരും നിന്നെ സഹായിപ്പാനില്ലെങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ആരും എന്നെ വീണ്ടെടുക്കുവാനില്ലെങ്കിലും എനിക്ക് വേണ്ടി വീണ്ടെടുത്ത ഒരുവനുണ്ട്. എനിക്ക് വേണ്ടി മറുവിലയായി രക്തം കൊടുത്ത ഒരുവനുണ്ട്. അവൻ എന്നെ വിലയ്ക്ക് മേടിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അവൻ വരവിനായി ഞാൻ കാത്തിരിക്കുമെന്ന് പറയുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്ന ജഡമനുഷ്യനല്ല, ഞാൻ ആയിരിക്കുന്ന ആത്മമനുഷ്യനാ. അവൻ ഈ ലോകത്തിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഈ ലോകത്തിലുള്ളതെല്ലാം തീക്കായി വെച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ പകർന്ന ആത്മാവുണ്ടല്ലോ, അതുകൊണ്ടാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് യെഹെസ്കേൽ പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ ചോദിക്കുമോ, നീ എല്ലാം അറിയുന്നു പറയുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്തറിയണം, എനിക്കൊരു നാൾ ഈ ലോകത്തു ഞാൻ മാറ്റപ്പെട്ടു പോയാൽ, ആമി കല്ലറയിൽ അടച്ചാൽ, ആമി എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയാൽ, എൻ്റെ മാംസങ്ങൾ അഴിപ്പോയാൽ, കാഹളം ധ്വനിക്കുമ്പോ എന്റെ കർത്താവിന്റെ വരവിൽ അവ ദൂതന്മാർ സംഘമായി വരുമ്പോ ഞാനും അവനോടുകൂടി കാണപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ എല്ലാ കർത്താവിനെ സ്തോത്രം ചെയ്യും. ആമീൻ. ജഡമനുഷ്യൻ ഇവിടെ കൊണ്ട് അവസാനിക്കുമ്പോ ആത്മമനുഷ്യൻ നിത്യതയോളം. ഹല്ലേലൂയ. ആത്മാവിന്റെ മനുഷ്യൻ, ആത്മാവി നടത്തപ്പെടുന്നവൻ ഇന്ന് പകൽ പറഞ്ഞു, ആത്മാവി നടത്തപ്പെടുന്നവനോട് പറയാം, നിന്റെ മക്കൾ അപ്പത്തിന് ഇറക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറയെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. നിന്റെ തലമുറ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പക്ഷപാതം ചെയ്ത ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ ഭവനം ഇങ്ങനെ ആകാൻ പറ്റത്തില്ല. നിന്റെ ഭവനം ക്രിസ്തുവിന്റെ ഭവനമായി മാറ്റോ. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന പ്രതികൂലത്തെ ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ആമീൻ. കുറച്ചു നാൾ വെയിറ്റ് ചെയ്താൽ ഇന്ന് പകൽക്കാലമല്ല, നീ അവനെ തള്ളി പറയാത്തതിനാ ഇന്ന് പകൽക്കാലം ആത്മാവിൽ അറിഞ്ഞു, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന് അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും വരിക തന്നെ ചെയ്യും. അവൻ ദുഷ്ടൻ എത്ര വലിയ ശക്തിയോടെ പോരാടിയാൽ നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടല്ലോ, അത് ക്രിസ്തു യേശുവിൽ ഊവെന്നാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറ, ഞാൻ ജഡത്തിൽ നടക്കുന്നവനല്ല, ഞാൻ ആത്മാവിൽ നടക്കുന്നവനത്രേ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഈ ജഡശരീരം വിട്ട് അവനോടുകൂടി വസിപ്പാൻ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. ആത്മമനുഷ്യൻ. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, ഈ ഭൂമിയിലുള്ളതല്ല ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണുക. എത്ര പേര് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയും, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഒരു വാസത്തെ ഞാൻ കാണുന്നു. ഇന്ന് ജഡമനുഷ്യനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരണം. ഹല്ലേലൂയ. ഒരു രൂപാന്തരത്തിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 22-ാമത്തെ 12-ാമത്തെ വാക്യം പറയുക, യേശു കർത്താവ് പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു.
യേശു പറയുക, വെളിപ്പാട് പുസ്തകം തീരുമ്പോൾ പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തപ്പണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. യേശു പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദ്യനും അന്ത്യനുമാകുന്നു. ഇന്ന് പകലിൽ ആരാധിക്കുന്നെങ്കിൽ ആ യേശുവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ആരുടെ ആത്മാവിൽ നിങ്ങൾ നടത്തപ്പെടണം? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നടത്തപ്പെടണം. ജഡമനുഷ്യൻ്റെ ആത്മാവിനകത്ത് നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് പിടികിട്ടാൻ ഇച്ചിരി പാടായിരുന്നു, ഇച്ചിരി അകത്ത് കിടക്കാൻ പാടായി. എങ്കിലും ഞാൻ പറയുക, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ജഡത്തിൻ്റെ നടത്തിപ്പ് ആരിൽ വരരുത്? നമ്മളിൽ വരരുത്. ആരുടെ നടത്തിപ്പ് നമ്മുടെ മേൽ വരണം? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ മേൽ. ഒന്നിനും കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് ഈർച്ചയോ പിണക്കമോ ഒന്നും നിങ്ങളുടെ ഉണ്ടാകല്ലേ. ഹല്ലേലൂയ. ഈ മേശയുടെ മുൻപിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെത്താൻ ശോധന ചെയ്യാൻ യേശു പറയുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുക, തന്നെത്താൻ ശോധന ചെയ്തിട്ടണം ഈ മേശയെങ്കിലേക്ക് കരനീട്ടും. എത്ര ഒരു വിശ്വാസത്തോടെ പറയുന്നുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് ഈർച്ചയോ വിദ്വേഷമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലരോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വിരോധമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് അനുഗ്രഹത്തെ തടയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ. ചില വഴികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് ചിലരോട് വിദ്വേഷങ്ങൾ വരാം, ചിലരോട് പക വരാം. ഇതൊന്നും നമുക്ക് വേണ്ട. ആരായതുകൊണ്ട്? നമ്മൾ ദൈവ മക്കളായതുകൊണ്ട്. നമ്മൾ വന്നത്, യേശുവിന് അരികിൽ വന്നത് ചില പ്രതിസന്ധികൾ കൂടെ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാതിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ കണ്ണുനീരോടെ നിലവിളിയോടെയാ യേശുവിന് അരികിൽ വന്നേ. എന്ന സാഹചര്യങ്ങൾ ദൈവം നമ്മളെ മാറ്റി, നമ്മളെ ഇന്ന് ദൈവം അനുഗ്രഹിച്ചു. പക്ഷെങ്കിൽ ഇന്ന് ആ പഴയ മനുഷ്യനെ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ജഡപ്രകാരമല്ല, ആത്മാവിൽ നടത്തപ്പെടുന്നവരായി. ഹല്ലേലൂയ. നിങ്ങളുടെ അരികിൽ വരുന്നു നിങ്ങളെയൊക്കെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകലിൽ കർത്താവെ, ഞങ്ങളുടെ ജഡത്തിൽ ഞങ്ങൾ ചിന്തിച്ചവരുണ്ട്. ജഡത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ നടത്തപ്പെടാൻ ക്രിസ്തുവിൽ ഞങ്ങൾ പറയുന്നുവെങ്കിലും ഞങ്ങളുടെ ജഡത്തിൻ്റെ ചിന്ത ഞങ്ങളുടെ അകത്ത് ഇന്ന് കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ മുടിയമ്പുത്രം മടങ്ങി വന്നതുപോലെ കർത്താവെ, ഞങ്ങൾക്കൊന്ന് മടങ്ങി വരുവാൻ, യേശുവിൻ്റെ അരികിലേക്കൊന്ന് മടങ്ങി വരുവാൻ എത്ര പേര് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു? കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങൾ നടത്തപ്പെടുവാൻ. ഈ ലോകത്തെ ഒന്നിലുമല്ല, ഈ ലോകത്തുള്ളതെല്ലാം വന്നു ചേരുന്നതാണ്. അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതാണ്. അതിൻ്റെ പിന്നാലെ പോകണ്ട, അത് വന്നു ചേരും. നിത്യതയും വന്നു ചേരുന്നതാണ്. പക്ഷേ യേശുവിൻ്റെ പിന്നാലെ ഒരു യാത്ര. ഇന്ന് പകലിലാണ് പരിശുദ്ധാത്മാവിൽ ഒരു പൂർണ്ണമായൊരു ജയം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ കരുതലിലൊന്ന് വെളിപ്പെടുവാൻ, ആത്മാവിൻ്റെ നിയോഗത്തിലൊന്ന് വെളിപ്പെടുവാൻ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടുന്നതിനായി സ്തോത്രം ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ഭവനങ്ങളെയും ദൈവാത്മാവിൻ്റെ ശക്തിയാൽ പുറത്തേക്ക് കൊണ്ടുവരുവാൻ, ദൈവികമായ വിടുതലുണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ